വെരി ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല സുപ്രഭാതം നേർന്നുകൊണ്ട് മറ്റൊരു വാർത്താ ദിനം വാർത്തോദയത്തിന്റെ സമയമാണ്. ഞാൻ പ്രജിൻ, എനിക്കൊപ്പം ക്രിസ്റ്റീന. അതെ, വെരി 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 ഗുഡ് മോർണിംഗ് ആഗോള മലയാളികളെ. അപ്പോൾ നമ്മൾ നടക്കാൻ തുടങ്ങുകയാണ്. ഇന്നത്തെ വാർത്തകൾ, നടപ്പ്, അതിമനോഹരമായ കാഴ്ചകൾ ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് ചില സർപ്രൈസുകളും ഉണ്ട് അല്ലേ? അതെ, അതൊക്കെ ഉണ്ട്. പോകെ പോകെ സർപ്രൈസ് ആയതുകൊണ്ട് പറയുന്നില്ല. അപ്പൊ ഡേറ്റ് പറഞ്ഞു തുടങ്ങാം. ഇന്ന് ഡിസംബർ 11 ബുധനാഴ്ചയാണ്. മലയാള മാസം നോക്കി കഴിഞ്ഞാൽ കൊല്ലവർഷം 1200 വിഷയം 26. ഇന്ന് ഗുരുവായൂർ ഏകാദശി കൂടിയാണ്. അപ്പൊ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ്. മാത്രമല്ല, ഒരു സുപ്രഭാതം എന്ന് പറയുമ്പോൾ, സുപ്രഭാതം എന്ന് കേൾക്കുമ്പോൾ, സുപ്രഭാതം ഇത് ലോപിച്ചാണ് സുപ്രഭാതമായത്. സുപ്രഭാതം എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് എന്താണ്? എല്ലാ മലയാളികളും ഒരുപക്ഷെ ഒരു തവണയെങ്കിലും കേട്ടിട്ടുണ്ടാവുന്ന, അല്ലെങ്കിൽ ഒരു തവണയല്ല, ദിവസേന കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് സുപ്രഭാതം? അതായത് നമ്മുടെ റേഡിയോ തുറന്നാലോ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ നിന്ന്, ക്ഷേത്രങ്ങളിൽ നിന്നോ ഒക്കെ കേൾക്കാവുന്ന ഒരു ഗാനം സുപ്രഭാതം. എന്താണത്? കൗസല്യ സുപ്രജ സന്ധ്യാ പ്രവർത്തതേ ഉദ്ദിഷ്ട ഗരുഡർദൂല ത്രൈലോക്യം ദൈവമാനികം എന്ന് പറയുന്ന അത് അല്ലേ? ഇന്ന് MS സുബ്ബലക്ഷ്മി, നമുക്കറിയാം, ഇതിഹാസമാണ്. അവരുടെ 20ാം ഓർമ്മദിനമാണ്. അപ്പോൾ ഒരു തവണ പോലും അത് കേൾക്കാതെ പോകാത്ത ആൾക്കാരുണ്ടാവില്ല എനിക്ക് തോന്നുന്നു, അല്ലെ? പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് വാർത്തകൾ സംഭവിക്കാൻ പോകുന്ന ഡേ കൂടിയാണ്. അപ്പോൾ എല്ലാ കൊടുക്കാൻ പറ്റുമോ? അതെ, നമ്മള് കോപ്റ്റ് അവന്യൂ വാക്ക്വേയിലാണ് ഇന്ന് മോർണിംഗ് വാക്കിനായി ഇറങ്ങിയിരിക്കുന്നത്. ഇത് തോപ്പുംപടിയാണ് അല്ലെ? കണ്ണങ്ങാട് പാലവും തോപ്പുംപടി BOT പാലവും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു 2.1 കിലോമീറ്റർ ദൂരമുള്ള ഒരു വാക്ക്വേ ആണ്. ഇവിടെ രാവിലെ മുതൽ സജീവമാകും. അപ്പോൾ കുറച്ചുകൂടെ പ്രകാശം വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അപ്പോൾ ഈ ചെറിയ ഇരുട്ടിന്റെ അകമ്പടിയോടുകൂടെ നമുക്ക് മോർണിംഗ് വാക്ക് ആരംഭിക്കാം. യെസ്, അപ്പോൾ മോർണിംഗ് വാക്ക് നമുക്ക് തുടങ്ങാം. അതാണ് പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഒരുപാട് പ്രധാന വാർത്തകൾ സംഭവിക്കാൻ പോകുന്ന ദിവസമാണ്, നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. നടിയെ ആക്രമിച്ച കേസ് 2018 രജിസ്റ്റർ ചെയ്ത കേസാണ്. ഇപ്പോൾ വർഷങ്ങൾ ഇത്രയുമായി. അപ്പോൾ ഇന്നാണ് അന്തിമ വിചാരണ ആരംഭിക്കാൻ പോകുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പോൾ ആ കേസിന്റെ വഴിത്തിരിവായി ഒക്കെ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് നടി ഈ രാഷ്ട്രപതിക്ക് ഒരു കത്ത് അയച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ പോയി ഈ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്തതിൽ ഒരു നടപടിയും ഉണ്ടായില്ല എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ അത് പരിഗണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി പോലെ ഒരു കത്ത് രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുകയാണ്. അപ്പൊ ഇന്നാണ് അന്തിമ വിചാരണ തുടങ്ങുന്നത്. അതെ, അപ്പൊ നമുക്ക് വിശദാംശങ്ങളൊക്കെ അശ്വിൻ പാലാഴിയോട് ചോദിക്കാം. അശ്വിൻ, ഗുഡ് മോർണിംഗ്, വെരി വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ അന്തിമവാദത്തിന് കൂടുതൽ സമയം വേണമെന്ന് ഇനിയും പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോടതി ഇതെങ്ങനെ പരിഗണിക്കും? ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് നിർണായകമാവുക? കൃഷ്ണ, പ്രജിൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ന് 2018 മാർച്ച് 8 ആരംഭിച്ച വിചാരണ നടപടികളാണ് അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് ഇന്ന് കടക്കുന്നത്. 2017 ഫെബ്രുവരി 17 ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം നീണ്ട നാളത്തെ വിചാരണയാണ് ഉണ്ടായത്. 2021 ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായതിനു ശേഷം അന്വേഷണം വീണ്ടും ആരംഭിക്കുകയും ഒക്കെ ചെയ്തതാണ്. എന്തായാലും ഇതിന്റെ വിചാരണ നടപടികൾ അനന്തമായി നീളുന്നു എന്ന കേസിലെ 8ാം പ്രതിയായ ദിലീപും ഈ കേസിലെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്ന അതിജീവിതയുമൊക്കെ ആരോപിക്കുകയും അതുമായി ബന്ധപ്പെട്ട പരാതികളും ഹർജികളുമൊക്കെയായി കോടതികളിലേക്ക് പോവുകയും ഒക്കെ ചെയ്തതാണ്. ഏറ്റവും ഒടുവിൽ ഇന്നലെ മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ ഇടപെടലില്ല എന്ന് ആരോപിച്ചുകൊണ്ട് അതിജീവിത മേൽക്കോടതികളിലേക്കും ഒപ്പം രാഷ്ട്രപതിക്കുമൊക്കെ കത്തയച്ചതാണ്. എന്തായാലും അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടി വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കൂടിയാണ് ഈ കേസ് കടക്കുന്നത്. അന്തിമവാദം പൂർത്തിയാക്കാൻ 2 ആഴ്ച സമയം വേണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം അന്തിമവാദത്തിന്റെ നടപടിക്രമങ്ങൾ ഏകദേശം 1 മാസത്തോളം നീണ്ടു നിൽക്കും. അതിനുശേഷമായിരിക്കും കേസ് വിധി പറയാൻ മാറ്റുക. 5 ദിവസങ്ങൾ കൊണ്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതിഭാഗത്തിലെ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയതും സാക്ഷി വിസ്താരം പൂർത്തിയാക്കിയതും. എന്തായാലും ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അന്തിമവാദം തുടങ്ങുക. ശരി, അപ്പോൾ നിർണായകമാണ്. അപ്പോൾ എന്തായാലും അന്തിമവാദം തുടങ്ങുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിൽ എത്രമാത്രം നീതിക്ക് വേണ്ടി ഇനിയും നടിക്കത് ഈ കേസിലുമായി മുന്നോട്ട് പോകേണ്ടി വരും എന്നൊക്കെയുള്ള ചോദ്യങ്ങളും മറുഭാഗത്ത് ഉയരുന്നുണ്ട്, അല്ലേ? കാരണം ഈ മെമ്മറി കാർഡ് തുറന്നതിൽ പോലും കൃത്യമായൊരു എന്താണ് പറയാ, നീതി അവർക്ക് കിട്ടിയില്ല എന്ന് അവർ പരാതിപ്പെടുന്നു. സുപ്രീം കോടതിയിലടക്കം പോയി, എന്നിട്ടും അത് പരിഗണിക്കപ്പെട്ടില്ല എന്നാണ്.
എന്തായാലും കോടതി നടപടികൾ എന്താണെന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി അശ്വിൻ പാലാഴി വരും ബുള്ളറ്റിനുകളിലും ചേരും. നമുക്ക് ഇനിയുള്ളതൊരു ആശ്വാസ വാർത്തയാണ് അല്ലേ? സിറിയയിൽ നിന്ന് 75 ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചിട്ടുണ്ട്. 75 പേരെയും ലെബനനിലേക്ക് സുരക്ഷിതമായി മാറ്റിയെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പ്. അതിൽ ജമ്മു കാശ്മീരിൽ എത്തി സിറിയയിൽ കുടുങ്ങിയ 44 പേരും ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നും ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചെയ്യുന്നത്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു ആശ്വാസ വാർത്തയാണ് സിറിയയുമായി ബന്ധപ്പെട്ടിപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. 75 ഇന്ത്യക്കാരെ സുരക്ഷിതമായി മാറ്റിയിരിക്കുന്നു. ലെബനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്ര അതെങ്ങനെയാണ്? അത്തരം വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? പ്രജിൻ, ക്രിസ്റ്റീന, സിറിയയിൽ നിന്നും ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് ഇന്ത്യക്കാർക്ക് ലഭിക്കുന്നത്. അവിടെ കുടുങ്ങിക്കിടന്നിരുന്ന 75 ഇന്ത്യക്കാരെ സുരക്ഷിതരാക്കിയിരിക്കുന്നു. സിറിയയിൽ നിന്നും അവരെ സുരക്ഷിതരായി ലെബനിൽ എത്തിച്ചിരിക്കുകയാണ്. ഈ 75 ഇന്ത്യക്കാരിൽ 44 പേർ ജമ്മു കശ്മീരിൽ നിന്നുള്ള തീർത്ഥാടകരും ഉൾപ്പെടുന്നുണ്ട്. സൈനബിൽ ഇവർ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. തീർത്ഥാടനത്തിനായി ജമ്മു കശ്മീരിൽ നിന്നും സിറിയയിൽ എത്തിയ ഘട്ടത്തിലാണ് ആഭ്യന്തര സംഘർഷം രൂക്ഷമായി ഈ പൊട്ടിപ്പുറപ്പെടുന്നത്. തുടർന്ന് അവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയാതെ അവർ സൈനബിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇവരുൾപ്പെടെ 75 പേരെയാണ് ഇന്ത്യയുടെ ദമാസ്കസിലുള്ള എംബസിയും ബെയ്റൂട്ടിലുള്ള എംബസിയും സംയുക്തമായി നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇവരെ ലെബനിൽ എത്തിച്ചിരിക്കുന്നത്. ലെബനിൽ നിന്നുള്ള ഇവരുടെ യാത്രാ സമയം ഇതുവരെയും ക്രമീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അന്തിമമായ ഒരു അറിയിപ്പ് ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടില്ല. ലഭ്യമാകുന്ന ആദ്യ വിമാനത്തിൽ തന്നെ ഇവരെ ഇന്ത്യയിലേക്ക് എത്തിക്കാനാണ് നീക്കം എന്നും അതിനായുള്ള മറ്റ് തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി എന്നുമാണ് ഇന്ത്യൻ എംബസി അറിയിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയം ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ 2 എംബസികൾക്കും നൽകിയിട്ടുണ്ട്. ഈ എംബസികളുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും തുടർന്നുള്ള രക്ഷാപ്രവർത്തനങ്ങളും നടത്തുക എന്നുമാണ് വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ അറിയിക്കുന്നത്. സിറിയയിലെ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും എന്ന ഉറപ്പും വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ ആഭ്യന്തര സംഘർഷം രൂക്ഷമായ ഘട്ടത്തിൽ തന്നെ സിറിയയിലുള്ള ഇന്ത്യക്കാർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ വിദേശകാര്യ മന്ത്രാലയം നൽകിയിരുന്നു. ദമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്ന് ഉള്ള നിർദ്ദേശം നൽകുകയും ഇതിനായി വാട്സപ്പ് നമ്പറും മറ്റ് ഇമെയിൽ ID അടക്കമുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഇവർക്ക് ലഭ്യമാക്കുകയും ചെയ്തിരുന്നു. സ്ഥിരമായി താമസിക്കുന്ന 90 പേരാണ് സിറിയയിൽ ഉള്ളത് ഇന്ത്യക്കാരായി എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക്. അതിൽ 14 പേർ UN സേവനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. മറ്റാളുകൾക്ക് മടങ്ങിയെത്താൻ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാനുള്ള അറിയിപ്പാണ് നൽകിയിരുന്നത്. അവർക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അവർക്ക് കഴിയുമെങ്കിൽ സ്വയം കൊമേഴ്ഷ്യൽ വിമാനങ്ങളെ ആശ്രയിച്ച് എത്താവുന്നതാണ് എന്നും അത്തരത്തിൽ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ എംബസി ദമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാനുമുള്ള നിർദ്ദേശമാണ് വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. പ്രജിൻ, ക്രിസ്റ്റീന. ശരി, സിറിയയിൽ നിന്നുള്ള ആശ്വാസ വാർത്ത എത്തിച്ചത് ബൽറാം നെടുങ്ങാടിയാണ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൽറാം, കൂടുതൽ വാർത്തകളുമായി വീണ്ടും ചേരുക. നമുക്കിനി കോഴിക്കോടല്ലേ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഇന്നലെ സംഭവിച്ചൊരു അപകടമാണ്. ഒരു ദാരുണാന്ത്യം അവിടെ സംഭവിച്ചു. അതായത് താൻ ജോലി ചെയ്തിരുന്ന ഒരു സ്ഥാപനത്തിന്റെ പ്രൊമോ ചിത്രീകരണം, അതിനായുള്ളൊരു ആഡംബര വാഹനങ്ങളുടെ ചേസിംഗ് ചിത്രീകരിക്കുകയായിരുന്നു ആൽവിൻ എന്ന് പറയുന്ന ഒരു യുവാവ്. 22 വയസ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് ഒരു അപകടം ഉണ്ടാവുന്നു. ആ അപകടത്തിലാണ് ദാരുണമായ മരണം സംഭവിക്കുന്നത്. എന്തായാലും ആ വിഷയത്തിൽ അതൊരു കേസായിട്ടുണ്ട്. നിലവിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പോലീസ്. അപ്പോൾ ഈ ആഡംബര വാഹനങ്ങളുടെ രേഖകൾ ഹാജരാക്കണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ പോലീസിന്റെ ഭാഗത്തുണ്ടാവുന്നുണ്ട്. ഉടമകൾ ഹാജരാകേണ്ടി വരും. ഒപ്പം ആൽവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കുകയും ചെയ്യുന്നുണ്ട്. അതെ, മിഥില ബാലനുണ്ട്, നമുക്ക് ചോദിച്ചറിയാം. മിഥില, ഗുഡ് മോർണിംഗ്. ചിലപ്പോൾ നമുക്ക് കഴിയുമെങ്കിൽ ഒഴിവാക്കാമായിരുന്ന ചില സംഭവങ്ങൾ എന്ന് തോന്നുന്ന ദാരുണമായ അപകടങ്ങളും മരണങ്ങളും ഒക്കെ സംഭവിക്കാറുണ്ട്. ഇതും അത്തരത്തിലൊന്നു തന്നെയാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള ഈ റീൽ ചിത്രീകരണത്തിൽ പ്രത്യേകിച്ചുള്ള സുരക്ഷാ നടപടികളൊന്നും ഇല്ലാതെയാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും? ആൽവിന്റെ പോസ്റ്റ്മോർട്ടവും എന്നാണല്ലോ. ക്രിസ്റ്റീന, പ്രജിൻ, വളരെ ദാരുണമായ ഒരു സംഭവമായിരുന്നു ഇന്നലെ രാവിലെ 7:30-ക്കുണ്ടായത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ്റെ മുൻവശത്തുള്ള റോഡിൽ വെച്ചായിരുന്നു 2 വാഹനങ്ങൾ, ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു ആഡംബര ബെൻസ്, ഒപ്പം തന്നെ മറ്റൊരു വാഹനം, ഈ 2 വാഹനങ്ങളുടെ ചേസിംഗ് വീഡിയോ, പ്രൊമോഷൻ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ആൽവിന് അപകടം സംഭവിക്കുകയും ഉച്ചയോടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തത്.
ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വരാനിരിക്കുന്ന വാർത്തകൾ എന്നത് നിലവിൽ ഇന്നലെ മോട്ടോർ വാഹന വകുപ്പ് വാഹന പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഈ ഒരു വാഹന പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ വാഹന പരിശോധനയിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ ബെൻസാണ് ആൽവിനെ ഇടിച്ചതെന്നാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇതിൻ്റെ തുടർ നടപടി എന്നോണം ഈ വാഹന ഉടമകളോട് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട വാഹനങ്ങളുടെ രേഖകൾ ഹാജരാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് കേസ് അന്വേഷണവുമായി ഇപ്പോൾ വെള്ളയിൽ പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്നലെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസെടുത്തിട്ടുള്ളത്. കൂടുതൽ വകുപ്പുകൾ കാരണം അശ്രദ്ധമായി വാഹനം ഓടിച്ചു. മോട്ടോർ വാഹന വകുപ്പിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് പറയുകയാണെങ്കിൽ അമിത വേഗത്തിലായിരുന്നു ഈ 2 വാഹനങ്ങളും ഉണ്ടായിരുന്നത് എന്നാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ അശ്രദ്ധമായി വാഹനം ഓടിച്ചു, ഒപ്പം തന്നെ അമിത വേഗതയിൽ വാഹനം ഓടിച്ചു. കൂടുതൽ വകുപ്പുകൾ ഇതിൽ ചുമത്താനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇന്ന് വാഹനം ഓടിച്ച ആളുകളെയും ആ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളെയും എല്ലാം തന്നെ ചോദ്യം ചെയ്യുന്നതിനായി ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ പോലീസ് സ്റ്റേഷനിലുണ്ട്. ഇന്ന് തുടർ നടപടികൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. മറ്റൊന്ന് ആൽവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളാണ്. രാവിലെ തന്നെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടപടി ഉണ്ടാകും. പിന്നീട് കടമേരിയാണ് വീട്, തണ്ണീർപ്പന്തലാണ്. അവിടത്തേക്ക് 2 മണിയോടെയാണ് നിലവിൽ ഈ ഒരു സംസ്കാരം നടത്താനായി ബന്ധുക്കൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് ഏതെങ്കിലും രീതിയിൽ പോസ്റ്റ്മോർട്ടം വൈകുകയാണെങ്കിൽ ആ സമയത്തിൽ ഒരുപക്ഷെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റമുണ്ടാകും. നിലവിൽ അവർ തീരുമാനിച്ചിട്ടുള്ളത് 2 മണിക്ക് കടമേരിയിലെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടത്താൻ എന്ന് തന്നെയാണ്. ഇനി ആൽവിനെ പറ്റി പറയുകയാണെങ്കിൽ ആൽവിന് 20 വയസ്സ് മാത്രമാണ് പ്രായം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോലി വീഡിയോഗ്രാഫിയാണ്. അവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 15ാമത്തെ വയസ്സിൽ 2 വൃക്കകളും തകരാറിലായി. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതാണ്. വലിയൊരു അതിജീവനത്തിൻ്റെ പാതയിലായിരുന്നു ആ കുട്ടി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു അതിജീവനത്തിൻ്റെ പാതയിൽ നിന്നും അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് അവന് ഏറ്റവും ഇഷ്ടമുള്ള ജോലി, അതായത് വീഡിയോഗ്രാഫി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിനായി ദുബായിൽ എത്തുന്നു, വിദേശത്തെത്തുന്നു, അവിടെ വെച്ച് ജോലി ചെയ്യുന്നു. ഈ ഒരു ശസ്ത്രക്രിയയുടെ ഒരു പതിവ് പരിശോധനാർത്ഥമാണ് കഴിഞ്ഞ മാസം 29-ന് അവൻ നാട്ടിലെത്തിയത്. ആ പരിശോധനയെല്ലാം കഴിഞ്ഞു. അവൻ മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൻ്റെ ആവശ്യപ്രകാരമായിരുന്നു ഇത്തരത്തിൽ നമ്മൾ ഈ കാണുന്ന ഈ ഒരു വാഹനങ്ങളുടെ വെച്ച് ഒരു ചേസിംഗ് വീഡിയോ, പ്രൊമോഷൻ വീഡിയോ ചിത്രീകരിക്കുന്നതിനായി വെള്ളയിൽ പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള ഈ ഒരു റോഡിൽ ഇന്നലെ ഇത്തരത്തിലുള്ളൊരു പ്രൊമോഷൻ വീഡിയോ ചിത്രീകരണം നടക്കുന്നത്. അതിനിടയിലാണ് അവന് ഇത്തരമൊരു ദാരുണമായ ഒരു അന്ത്യം സംഭവിച്ചത്. ഏക മകനാണ് ഇവൻ. ആ ഒരു കുടുംബത്തിൻ്റെ അത്താണി, പ്രതീക്ഷ എല്ലാമായിരുന്നു അവൻ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യുന്നതിനിടയിലാണ് അപകട രൂപത്തിൽ മരണം എത്തി അവനെ കൊണ്ടുപോയിരിക്കുന്നത്. തന്നെയായാലും രാവിലെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലാണ് നിലവിലിപ്പോൾ അവൻ്റെ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. രാവിലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. ഇന്നലെ നമ്മൾ ബന്ധുക്കളുമായി സംസാരിച്ചപ്പോൾ അവർക്കെല്ലാം ആൽവിനെ പറ്റി വളരെ സന്തോഷം കാണിച്ചാൽ വലിയ രീതിയിലാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു രോഗത്തിൽ നിന്നും മുക്തി നേടി അതിജീവനത്തിൻ്റെ പാതയിലെത്തിയ ഒരു ആളായിരുന്നു ഈ ആൽവിൻ. പ്രജിൻ, ക്രിസ്റ്റീന. ദൗർഭാഗ്യകരം തന്നെയാണ് മിഥില പറഞ്ഞതുപോലെ. ഇപ്പോൾ ഒരുപാട് പ്രേക്ഷകരും കമന്റ് ബോക്സിൽ ആൽവിന്റെ ഈ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വല്ലാത്തൊരു മരണം എന്ന് പറയുന്നു സീന മുഹമ്മദ്. അങ്ങനെ നമ്മുടെ പ്രേക്ഷകരെല്ലാം കമന്റ് ബോക്സിൽ അവരുടെ അഭിപ്രായങ്ങൾ കുറിക്കുന്നുമുണ്ട്. നമ്മുടെ PC ദിലീപ് മലബാർ വാലി എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ തരും. ഇന്ന് ഡിസംബർ 11 അന്താരാഷ്ട്ര പർവ്വത ദിനമാണ്. ഭൂമിയുടെ 27%, ജനസംഖ്യയുടെ 15%, ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളുടെ 50% വരുന്ന ആഗോള വിനോദസഞ്ചാരത്തിന്റെ 15 to 20% വരുന്ന പർവ്വതങ്ങളാണ്. അപ്പൊ ഇന്ന് ലോക പർവ്വത ദിനമാണ്. പർവ്വതങ്ങളെയൊക്കെ സംരക്ഷിക്കാം, അല്ലെ? പർവ്വതങ്ങളെ സ്മരിക്കാം. അതെ. നമ്മുടെ ബീന ചേച്ചി പറയുന്നുണ്ട് മകന്റെ ബർത്ത്ഡേ ആണ്, പക്ഷെ മകന്റെ പേര് പറഞ്ഞിട്ടില്ല. പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി ബർത്ത്ഡേ പറയാമായിരുന്നു. അപ്പൊ ഞങ്ങൾ അടുത്ത വാർത്തയിലേക്ക് ഓടിപ്പോയിട്ട് വരാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇനി പോകാനുള്ള വാർത്ത ഏതാ? തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇന്ന് ഫലം ഇന്ന് അറിയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. അത് പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. സംസ്ഥാനത്തെ 31 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്ന് അറിയാൻ കഴിയും. രാവിലെ 10 മണി മുതൽ വോട്ടെണ്ണൽ നടക്കും. അത് മുറയ്ക്ക് അതിന്റെ ഫലം അറിയാൻ കഴിയുകയും ചെയ്യും. 61.87% പോളിംഗ് ആണ് ആകെ രേഖപ്പെടുത്തിയത്. 44,262 പുരുഷന്മാരും 49,191 സ്ത്രീകളും ഒരു ട്രാൻസ്ജെൻഡറും ഉൾപ്പെടെ ആകെ 93,454 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. സ്ത്രീ വോട്ടേഴ്സിന്റെ എണ്ണമാണ് കൂടുതൽ. അപ്പോൾ സ്ത്രീ വോട്ടർമാരുടെ തീരുമാനം നിർണായകമാവും. യെസ്. അപ്പോൾ ഇനി വൈകി വന്ന പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി പറയുന്നു, നമ്മൾ മോർണിംഗ് വാക്കിനായി എന്നുള്ളത് കോപ്റ്റ് അവന്യൂ വാക്ക്വേയിലാണ്. ഇത് തൊപ്പുംപടിയിലുള്ള നേരത്തെ ക്രിസ്റ്റീന പറഞ്ഞതുപോലെ BOT പാലത്തിനും പിന്നെ കണ്ടങ്ങാട് പാലത്തിനും ഇടയിലുള്ള ഒരു സ്ട്രെച്ചാണിത്. അപ്പോൾ പോകെ നമ്മുടെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങും. ഇപ്പോൾ മെല്ലെ വെളിച്ചമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. പാർലമെന്റിൽ എന്താണ് ഇന്നത്തെ അപ്ഡേറ്റ് എന്ന് നോക്കാം. അദാനി ജോർജ് സോറോസ് വിവാദങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായിരിക്കും. രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഖറിനെതിരായ ഇന്ത്യ സഖ്യത്തിന്റെ അവിശ്വാസ പ്രമേയത്തെ വിമർശിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രംഗത്തു വന്നിട്ടുണ്ട്.
പാർലമെന്ററി ചേംബറുകളുടെ അന്തസ്സിനെ പ്രതിപക്ഷം അപമാനിച്ചെന്ന് കേന്ദ്രമന്ത്രി കുറ്റപ്പെടുത്തി. അതേസമയം പാർലമെന്ററി നടപടികളുമായി മുന്നോട്ടു പോകാൻ സർക്കാരിന് താല്പര്യമില്ലെന്നും ട്രഷറി ബെഞ്ചാണ് ഇരുസഭകളിലും അനാവശ്യ വിവാദങ്ങളിലൂടെ തടസ്സപ്പെടുത്തുന്നതെന്നും പ്രതിപക്ഷത്തിന്റെ ഒരു ആരോപണവും വന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭിന്നത രൂക്ഷമാകുന്നതിനിടെ സമസ്തയുടെ നിർണായക മുഷാവറ യോഗം ഇന്ന് കോഴിക്കോട് ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ ഒരു സമവായ ചർച്ചയൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിലൊരു വിഭാഗം വിട്ടുനിന്നത് കണ്ടതാണ്. അത് സമസ്തയും ലീഗും തമ്മിലുള്ള തർക്കവും സമസ്തയ്ക്കകത്തുള്ള പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ചേർന്ന ഒരു യോഗമായിരുന്നു. അപ്പോൾ പോലും ഒരു വിഭാഗം വിട്ടുനിൽക്കുന്നു ഉണ്ട് എങ്കിൽ ആ തർക്കം അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നത അത് രൂക്ഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുഷാവറ യോഗത്തിന് അത് ഏറെ നിർണായകമാണെന്ന് പറയാതെ വയ്യ. മുസ്ലിം ലീഗ് അനുകൂല വിരുദ്ധ ചേരികൾ പരസ്പരം അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്ന നിലപാടാണ് നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നത്. വീണ്ടും മിഥില ബാലനാണ് ചേരുന്നത്. മിഥില, ഗുഡ് മോർണിംഗ് അഗെയിൻ. അപ്പോൾ ഇന്ന് ഈ സമസ്ത മുഷാവറ യോഗം ചേരുന്നു. നമുക്കറിയാം അതിൻ്റെ ഒരു സാഹചര്യങ്ങളൊക്കെ, അതിൻ്റെ ഭിന്നതകൾ നമുക്കറിയാം. അപ്പോൾ ഏത് തരത്തിലാണ് ഇന്ന് നടക്കുന്ന ഈ യോഗം നിർണായകമാകുന്നത്? എന്തൊക്കെ ചർച്ചകൾ ഉണ്ടാവും? ഗുഡ് മോർണിംഗ് പ്രജിൻ, ക്രിസ്റ്റീന. കാരണം ഇന്നത്തെ ഒരു യോഗം സൂചിപ്പിച്ചതുപോലെ തന്നെ നിർണായകമായ ഒരു യോഗമാണ്. മുസ്ലിം ലീഗ് വിരുദ്ധ അല്ലെങ്കിൽ അനുകൂല ചേരികൾ പരസ്പരം അച്ചടക്ക നടപടികൾ വേണം എന്ന ഒരു ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു യോഗം ചേരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ആദർശ സംരക്ഷണ സമിതി രൂപീകരിച്ചവർക്കെതിരെ നടപടി വേണമെന്ന് ഔദ്യോഗിക വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ഏറെ പ്രതീക്ഷയോടെ ചേർന്ന ഒരു സമവായ യോഗമായിരുന്നു പാണക്കാട് മലപ്പുറത്തുണ്ടായിരുന്നത്. ആ യോഗത്തിൽ പങ്കെടുക്കാത്തവർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. വർഷങ്ങളായിട്ടുള്ള ഒരു പ്രശ്നമാണ് CAC രൂപയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ. ആ ഒരു CACയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിൽ ലീഗ് സമസ്ത പ്രശ്നം വലിയ രീതിയിൽ രൂക്ഷമാക്കിയത്. 4 വർഷത്തോളമായി ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ആ പ്രശ്നത്തിന് എങ്ങനെ പരിഹരിക്കാൻ പറ്റും, എന്താണ് ആ ഒരു പ്രശ്നത്തിൽ ചെയ്യാൻ പറ്റുക എന്നതും ഇന്നത്തെ ഒരു മുഷാവറ യോഗം ചർച്ച ചെയ്യും. മറ്റൊന്ന്, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ ഉമർ ഫൈസി മുക്കം നടത്തിയ വിമർശനം അത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ലീഗ് അധ്യക്ഷനെതിരെ ഇത്തരം ഒരു വിമർശനം നടത്തിയത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ പരസ്യ ശാസന വേണം, അത്തരം തരത്തിലുള്ള ഒരു ആവശ്യമെല്ലാം ഉയർന്നിട്ടുണ്ടായിരുന്നു. എന്തുതന്നെയായാലും ഉമർ ഫൈസി മുക്കം ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം സമസ്ത നേതൃത്വത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു. ആ നൽകിയ വിശദീകരണവും ഇന്നത്തെ ഒരു മുഷാവറ യോഗത്തിൽ ചർച്ചയാകും. ഇത്തരം സാഹചര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെ അതിനിർണായകമായ ഒരു മുഷാവറ യോഗം തന്നെയാണ് ഇന്ന് ചേരുന്നത്. ക്രിസ്റ്റീന, പ്രജിൻ. ശരി, മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി വീണ്ടും വരുന്ന വാർത്ത വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. വളരെ പ്രധാനപ്പെട്ടൊരു നല്ല വാർത്തയാണെന്ന് തോന്നുന്നു. കാരണം ഈ പറഞ്ഞ പോലെ സംസ്ഥാനത്തെ എല്ലാ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിവരാവകാശത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വിവരങ്ങൾ നൽകാൻ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബാധ്യസ്ഥരെന്ന് കമ്മീഷന്റെ ഉത്തരവും വന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാശ്രയ സ്ഥാപനങ്ങളെ ഇനി പൊതുസ്ഥാപനങ്ങളായി പരിഗണിക്കും എന്നതാണ് പ്രത്യേകത. തിരുവനന്തപുരത്ത് നിന്ന് AB ജയശങ്കറാണ് ചേരുന്നത്. ജയശങ്കർ, വെരി 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 ഗുഡ് മോർണിംഗ്. അപ്പോൾ വളരെ നിർണായകമായ ഒരു തീരുമാനമാണ്. ഈ സ്വാശ്രയ സ്ഥാപനങ്ങളെയും പൊതുസ്ഥാപനങ്ങളായി പരിഗണിക്കും. അതുകൊണ്ട് തന്നെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിലാണ്. വിവരാവകാശ നിയമപ്രകാരമുള്ള സാധാരണക്കാരുടെ അടക്കമുള്ള ചോദ്യങ്ങൾ നൽകാൻ അവർ ബാധ്യസ്ഥരുമാണ്. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് പ്രജിൻ ആൻഡ് ക്രിസ്റ്റീന. കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ വളരെ നിർണായകമായ ഈ സ്വാശ്രയ സ്ഥാപനങ്ങളെ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിലാണെന്ന തരത്തിലുള്ള ഉത്തരവ് പുറത്തിറക്കിയത്. അമരവിളയിലെ ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ വിദ്യാർത്ഥി നൽകിയ അപേക്ഷയുടെ അപ്പീലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവ് പുറത്തിറക്കുന്നത്. ഈ വിദ്യാർത്ഥി തൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ചില രേഖകൾ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകി. പക്ഷേ അത് നൽകാൻ സാധിക്കില്ലെന്ന തരത്തിൽ അവർ മറുപടി നൽകി. ഇതിൽ നൽകിയ അപ്പീലിലാണ് വിവരാവകാശ കമ്മീഷൻ ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറക്കുന്നത്. ഈ കോളേജ് അധികൃതർ പറയുന്നത് തങ്ങൾ സർക്കാർ ഫണ്ടിലല്ല പ്രവർത്തിക്കുന്നത്, അതുകൊണ്ട് തന്നെ വിവരങ്ങൾ നൽകാൻ ബാധ്യസ്ഥരല്ല എന്നാണ്. പക്ഷേ കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ സ്വാശ്രയ കോളേജുകൾ തുടങ്ങുന്നത് നിയമസഭ പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒപ്പം ഇവർ വിതരണം ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റാണ്. ഒപ്പം തന്നെ ഇത്തരം കോളേജുകളുടെ അധ്യാപകർക്ക് ശമ്പളം നൽകുന്നത് സ്വകാര്യ സ്ഥാപനങ്ങൾ ഇല്ലെങ്കിൽ അവരുടെ മാനേജ്മെന്റ് തന്നെയാണെങ്കിലും ഈ കോളേജുകൾക്ക് സർക്കാർ സൗജന്യ നിരക്കിൽ വൈദ്യുതിയും വെള്ളവും ഉൾപ്പെടെ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിവരാവകാശ നിയമപ്രകാരം ആരെങ്കിലും അപേക്ഷ നൽകിയാൽ അത് നൽകാൻ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബാധ്യസ്ഥരെന്നാണ് കമ്മീഷന്റെ ഉത്തരവ്. എന്തായാലും ഇത് വലിയ തരത്തിലുള്ള
ഇതുണ്ടാവാൻ സാധ്യതകളുള്ള ഒരു ഉത്തരവാണ്. കാരണം നിരവധി സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട്. അവിടെ മിക്കപ്പോഴും വിവരാവകാശ നിയമവുമായി ഒക്കെ ചെല്ലുമ്പോൾ സ്വകാര്യ സ്ഥാപനം എന്ന സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് മടക്കി അയക്കുന്ന സാഹചര്യമാണ്. ഇനി എന്തായാലും കൂടുതൽ ആളുകൾക്ക് ഇത്തരത്തിൽ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും വിവരങ്ങൾ എടുക്കാൻ സാധിക്കുന്നതാണ് ഈ കമ്മീഷൻ ഉത്തരവ് കൊണ്ടുള്ള ഗുണം. എന്തായാലും വിവരാവകാശ നിയമം അതിൻ്റെ എല്ലാവിധ സാധ്യതകളിലേക്കും കടക്കട്ടെ. ആളുകൾക്ക് എല്ലായിടങ്ങളിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യട്ടെ. വളരെ മികച്ച ഒരു ഉത്തരവ് തന്നെയാണ് കഴിഞ്ഞ ദിവസം കമ്മീഷൻ ഇറക്കിയത്. എന്തായാലും കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് പൊതുജനങ്ങളെ സംബന്ധിച്ച വലിയ ആശ്വാസമാണ്. പ്രജിൻ ആൻഡ് ക്രിസ്റ്റീന. ശരി, എ.വി. ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. അത് നല്ലൊരു കാര്യമാണ്. സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ എന്ന പേരിൽ വിവരങ്ങൾ നൽകുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ ഇനി ആർക്കും പറ്റില്ല. മനോഹരമായ ചെടികൾക്ക് നമ്മൾ കോപ്റ്റ് വാക്ക് വേ നിന്നാണ് മനോഹരമായ തൈകൾ പൂത്ത മാനത്തു പൊന്നമ്പിളി ചുംബനം നൽകാനൊരുങ്ങി അല്ലേ? അപ്പൊ അങ്ങനെ ഒരുപാട് ചെമ്പക പൂക്കളുണ്ട്, ഒരുപാട് പൂക്കളുണ്ട്. എന്തായാലും മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ കുറച്ച് ദിവസം മുമ്പ് വരെ ഇങ്ങനെ ആയിരുന്നില്ല ഇവിടെ സ്ഥിതി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വലിയ കാടും മേടൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പൊ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? നല്ലത്. ഇവിടെ ബോർഡുകളുണ്ട് കീപ് ദ വാക്ക് വേ ക്ലീൻ എന്ന്. അപ്പോൾ നമ്മളും അത് മനസ്സിലേക്ക് എടുക്കണം. ഇവിടെ വരുന്ന എല്ലാവരും ഈ വാക്ക് വേ ക്ലീൻ ആക്കി വെക്കാനുള്ള ഒരു ഉത്തരവാദിത്തം, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, അത് ഏറ്റെടുക്കണം എന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. അതെ, പെട്ടെന്ന് നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോയാലോ? അല്ലെ, ഇന്നലെ വന്നൊരു വാർത്തയാണ്. ഇന്നലെ ഇത് മോർണിംഗ് വാക്കിന്റെ സമയത്താണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചത്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ നവജാത ശിശുവിന്റെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം ഊർജിതമായി നടക്കുന്നു. കുട്ടിയുടെ രക്ഷിതാക്കളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. പ്രസവവുമായി ബന്ധപ്പെട്ട് സമീപ നാളുകളിൽ ചികിത്സ തേടിയവരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴത്തെ അന്വേഷണം. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി, സമീപത്തെ സ്വകാര്യ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. കുട്ടിയെ പാലത്തിൽ നിന്ന് പുഴയിലിട്ടതാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്നലെ പുലർച്ചെയാണ് നെല്ലിയാടി പുഴയിൽ നിന്ന് പൊക്കിൾക്കൊടി മുറിച്ചു മാറ്റാത്ത നിലയിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. അപ്പോൾ ആരാണ് അതിന് പിന്നിൽ എന്ന കാര്യമൊക്കെ ഒന്ന് അന്വേഷിച്ച് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാനിടയാവട്ടെ. യെസ്, ഇനിയിപ്പോൾ പെട്ടെന്ന് അടുത്ത ഒരു വാർത്തയിലൂടെ പോവാം, ഒരു അപ്ഡേറ്റിലേക്ക് പോവാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പൊതു താൽപര്യ ഹർജികൾ പരിഗണിക്കുന്ന ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് ഇന്ന് വീണ്ടും ചേരുകയാണ്. കമ്മിറ്റിക്ക് മുൻപിൽ മൊഴി നൽകിയവർക്ക് നേരെ ഭീഷണിയുണ്ട് എന്ന WCCയുടെ പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരം നോഡൽ ഓഫീസറെ നിയോഗിച്ചിരുന്നു. ഇക്കാര്യം പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ ഇന്ന് അറിയിക്കും. കേസ് അന്വേഷണ പുരോഗതിയും പ്രത്യേക അന്വേഷണ സംഘം നേരിട്ട് ഹാജരായി കോടതിയിൽ വിശദീകരിക്കും. സിനിമാ നയരൂപീകരണം സംബന്ധിച്ച് വിവിധ കക്ഷികളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതായും സിനിമ കോൺക്ലേവിൽ അവതരിപ്പിച്ച ശേഷം ഇതിന് അന്തിമ രൂപം നൽകുമെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, CS സുധ എന്നിവരുടെ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. യെസ്, ഇതാ നമ്മൾ കോപ്റ്റ് അവന്യൂ വാക്ക്വേയുടെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ എത്തിയപ്പോൾ കൂടുതൽ നല്ല കാഴ്ചകൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണുന്നുണ്ടാവും. കണ്ടാവും കൊച്ചിക്കായലരികെ എവിടെ പോയി കഴിഞ്ഞാലും കൊച്ചിക്കായലിനൊരു ഭാഗം ഉണ്ടാവും അല്ലേ? കായലിനരികെ കൊച്ചിക്കായലിനരികെ, ബാക്കി എന്തോ കമ്പനികൾ അതൊക്കെയല്ലേ? വഴിയല്ല പാടാം, വഴിയെ പാടാം. അടുത്തൊരു സ്റ്റോറിയിലേക്ക് നമുക്ക് പെട്ടെന്ന് പോവാം. വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി വർഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ മഹത്തായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ നിരവധി നേതാക്കളെ നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരാളാണ് EV രാമസ്വാമി നായ്ക്കർ. ശതാബ്ദി വർഷത്തിൽ വൈക്കത്ത് അദ്ദേഹത്തിന്റെ പേരിലുള്ള സ്മാരകവും ഗ്രന്ഥശാലയും തമിഴ്നാട് സർക്കാർ നവീകരിച്ചു. ഇതിന്റെ ഉദ്ഘാടനം നാളെ തമിഴ്നാട് മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും ചേർന്ന് നിർവഹിക്കും. അപ്പോൾ MK സ്റ്റാലിനും പിണറായി വിജയനും ചേർന്നുള്ള ഒരു അപൂർവ സംഗമം നാളെ കേരളത്തിൽ വൈക്കത്ത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ TK മാധവൻ അടക്കമുള്ളവർ ജയിലിലായപ്പോൾ ചരിത്രസമരം പാതി വഴിയിൽ നിലയ്ക്കുമോ എന്ന് സംശയിച്ചു. എന്നാൽ തമിഴ്നാട്ടിൽ നിന്നെത്തിയ തന്തൈ പെരിയോർ സമരാഗ്നി ആളിക്കത്തിച്ചു. വൈക്കത്തെത്തിയ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ ബ്രാഹ്മണ നേതൃത്വത്തെ ചൊടിപ്പിച്ചു. പിന്നാലെ അറസ്റ്റ്. ജയിൽ മോചിതനായ പെരിയോർ വീണ്ടും സമരത്തിന് ശക്തി പകർന്ന് രംഗത്ത് വന്നു. അയൽനാട്ടിലെ അനീതിക്കെതിരായ പോരാട്ടത്തിൽ അങ്ങനെ തമിഴകത്തു നിന്നും നിരവധി പേരെത്തി. ആ പോരാട്ട വീര്യത്തിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതാണ് വൈക്കത്തെ ഈ തന്തൈ പെരിയോർ സ്മാരകം.
കാലവും ചരിത്രമുള്ള ഒരു കാലം നിലനിൽക്കുന്നതിന് വേണ്ടി തമിഴ്നാട് ഗവൺമെൻറ് മുൻകൈയെടുത്ത് വൈക്കം സത്യാഗ്രഹത്തിൽ പെരിയോരുടെ പങ്ക് വെളിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ചരിത്ര സ്മാരകം നിർമ്മിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിനെത്തിയപ്പോഴാണ് സ്മാരകം നവീകരിക്കുന്ന കാര്യം തമിഴ്നാട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. 1 വർഷം കൊണ്ട് ആ പ്രവർത്തികൾ പൂർത്തിയാക്കി. നവീകരിച്ച സ്മാരകത്തിൻ്റെ ഉദ്ഘാടനം കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാർ ചേർന്ന് നാളെ നിർവഹിക്കും. ചരിത്ര പ്രാധാന്യമുള്ള ചടങ്ങായാണ് സംസ്ഥാന സർക്കാരും പരിപാടിയെ കാണുന്നത്. അതിൻ്റെ ഉള്ളടക്കമാകെ വരും തലമുറയ്ക്കൊക്കെ ബോധ്യപ്പെടാൻ കഴിയുന്ന രൂപത്തിലാണ് ഇന്നത് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ചരിത്ര നിമിഷമാണ് 12-ാം തീയതി രാവിലെ 10 മണിക്ക് വൈക്കത്ത് നടക്കാൻ പോകുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഇതിൽ പങ്കാളികളാകാൻ വേണ്ടി കാലകൂട്ടി എത്തിച്ചേരും. 8,14,00,000 രൂപ മുടക്കിയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. സ്മാരകത്തിനൊപ്പം വിപുലമായ ഒരു ഗ്രന്ഥശാലയും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ തന്തൈ പെരിയോരുടെ ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മ്യൂസിയവുമുണ്ട്. നവോത്ഥാനത്തിൻ്റെ വിത്തുകൾ ഇന്ത്യൻ മണ്ണിൽ പാകിയ ഐതിഹാസിക സമരം, അതിൽ തമിഴ്നാടിൻ്റെ പങ്കെന്ത് എന്ന് പുതുതലമുറയ്ക്ക് പറഞ്ഞു നൽകുകയാണ് വൈക്കം വീരൻ തന്തൈ പെരിയോറിൻ്റെ ഈ സ്മാരകത്തിലൂടെ. കോട്ടയത്ത് നിന്ന് ആനന്ദുവിനൊപ്പം ടോബി ജോൺസൺ, 24. അപ്പോൾ അതൊക്കെയാണ് വാർത്തകൾ. ഒപ്പം തന്നെ നമ്മുടെ ബീന ജയ് ചേച്ചിയുടെ മകൻ സിദ്ധാർത്ഥ് എന്ന് വിളിക്കുന്ന ചിക്കു ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിക്കുവിന് ഹാപ്പി 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 ബർത്ത്ഡേ. മിനി ബാബു ചേച്ചിയെ കാണാനില്ല എന്നൊരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. എവിടെയാണെങ്കിലും ഓടി വരിക എന്ന് നമ്മുടെ പ്രേക്ഷകർ പറയുന്നു. എല്ലാവരും ഉണ്ട്. റീന സതീശൻ, ഭൈരവൻ കണ്ണൂർ. അതുപോലെ ഇന്നലെ എവിടെയായിരുന്നു എന്ന് കുറെ ആൾക്കാരെ ക്രിസ്റ്റിനോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ഔദ്യോഗികമായി ജോലിയുടെ ഭാഗമായി തിരുവനന്തപുരം നെയ്യാറ്റിൻകരയായിരുന്നു.